ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിന്റെ ബാക്കിയാണ്. ബാക്കി സ്പീഡ് ടൈം ഡിസ്റ്റൻസിന്റെ പ്രോബ്ലംസ് നോക്കാം. A thief is 400 meters ahead of a policeman. Thief sees policeman and start running. The policeman immediately starts chasing him. If the speed of the thief is 10 km per hour and the speed of the policeman is 15 km per hour, then what distance the thief cover before being caught by the policeman? Thief ഒരു policeman. തീഫ് പോലീസ്മാൻ തമ്മിലുള്ള ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 400 മീറ്റർ ആണ്. 400 മീറ്റർ ആണ്. ഇപ്പോൾ പോലീസ്മാൻ ഇവിടെ നിൽക്കുന്നു, തീഫ് ഇവിടെ നിൽക്കുന്നു. ഹെഡ് ഓഫ് എ പോലീസ്മാൻ എന്നാണ് പറഞ്ഞത്. തീഫ് സീസ് എ പോലീസ്മാൻ ആൻഡ് സ്റ്റാർട്ട് റണ്ണിങ്. അപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ തീഫ് പോലീസുകാരനെ കാണുകയും തീഫ് എന്ത് ചെയ്യുന്നു, ഓടാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. പോലീസുകാർ എന്ത് ചെയ്യും, ചേസ് ചെയ്യും. അപ്പോൾ ഇപ്പൊ സ്പീഡ് ഓഫ് ദി തീഫ് ഈസ് 10 km per hour. സ്പീഡ് 10 km per hour ആണ് തീഫിന്റെ സ്പീഡ്. പോലീസുകാരന്റെ സ്പീഡ് 15 km per hour. Okay, and then what distance the thief cover before being caught by the policeman? പോലീസുകാരൻ പിടിക്കുന്നതിന് മുമ്പായിട്ട് ഈ തീഫ് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്നതാണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യുന്ന വെച്ചോ, എക്സ് ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന വെച്ചോ, ആ ദൂരം നമ്മൾ കണ്ടുപിടിക്കണം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്യാം. ഒന്ന് എന്ന് പറയുന്നത്, ഈ തീഫ് ഇപ്പൊ ഇവിടെ നിൽക്കുകയാണല്ലോ, പോലീസുകാരെ ഇവിടെ നിൽക്കും. ഇവിടെ നിൽക്കുമ്പോഴാണ് തീഫിനെ പോലീസുകാരൻ കാണുന്നതും. അപ്പോൾ തീഫ് ഓടുകയും ചെയ്തത്. അപ്പോൾ പോലീസുകാരൻ അദ്ദേഹത്തെ ചേസ് ചെയ്യാൻ ശ്രമിക്കുന്നു. ഓക്കെ, അപ്പോൾ രണ്ടുപേരും തമ്മിലുള്ള ആ ഒരു ഗ്യാപ്പ് 400 മീറ്റർ ആണ്. അല്ലേ, അപ്പോൾ തീഫ് ഇവിടുന്ന് ഓടി ഇവിടെ എത്തുമ്പോൾ, സപ്പോസ് ഇവിടെ എത്തുമ്പോഴാണ് പോലീസുകാർ ഇദ്ദേഹത്തെ ക്യാച്ച് ചെയ്യുന്ന വിചാരിച്ചാൽ തീഫ് 6 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന വെച്ചോ. ആ ഒരു സമയം കൊണ്ട് 6 കിലോമീറ്റർ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ പോലീസുകാരൻ എത്ര കിലോമീറ്റർ ട്രാവൽ ചെയ്യണം? 400 + 6 കിലോമീറ്റർ ട്രാവൽ ചെയ്താലാണ് ആരെ പിടിക്കാൻ പറ്റുക? തീഫിനെ ക്യാച്ച് ചെയ്യാൻ പറ്റുക, അല്ലേ? അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ രണ്ടുപേരുടെയും ടൈം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണ്. ടൈം കോൺസ്റ്റന്റ് ആണ്. ഇവിടുന്ന് തീഫ് ഇവിടെ എത്താൻ എടുക്കുന്ന ടൈമും അതുപോലെ പോലീസുകാരൻ ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് എത്താൻ എടുക്കുന്ന ടൈം സെയിം ആണ്. ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ പറയാം സ്പീഡ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഡിസ്റ്റൻസ് എന്ന് പറയാം. അപ്പോൾ തീഫിന്റെ സ്പീഡ് 10 km per hour, പോലീസിന്റെ സ്പീഡ് 15 km per hour. റേഷ്യോ 2:3 ആണ് സ്പീഡിന്റെ റേഷ്യോ. അപ്പോൾ ഡിസ്റ്റൻസിന്റെ റേഷ്യോ എത്ര വരും? 2:3 തന്നെ വരും. ഓക്കെ, അപ്പൊ രണ്ടുപേരും തമ്മിലുള്ള എത്ര യൂണിറ്റ് ഡിഫറൻസ് ഉണ്ട്? 1 യൂണിറ്റ് ഡിഫറൻസ് ഉണ്ട്. തീഫും പോലീസുകാരും തമ്മിൽ 1 യൂണിറ്റിന്റെ ഡിഫറൻസ് ഉണ്ട്. 1 യൂണിറ്റ് ഡിഫറൻസ് ഉണ്ട്. ശരിക്കും എത്ര യൂണിറ്റ് ഡിഫറൻസ് ആണല്ലേ? 400 മീറ്റർ ഡിഫറൻസ് അല്ലേ ഉള്ളത്. അപ്പൊ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 400 മീറ്റർ ആണെങ്കിൽ തീഫ് സഞ്ചരിക്കുന്ന ദൂരമല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതായത് വാട്ട് ഡിസ്റ്റൻസ് തീഫ് കവർ ബിഫോർ ബീങ് കോട്ട് ബൈ ദ പോലീസ്മാൻ. പോലീസുകാരൻ കേസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് എത്ര ദൂരം കവർ ചെയ്യാൻ തീഫ് ട്രാവൽ ചെയ്യുന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ തീഫ് ട്രാവൽ ചെയ്യുന്ന യൂണിറ്റ് 2 യൂണിറ്റ് ആണ് തീഫ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ 1 യൂണിറ്റ് 400 മീറ്റർ ആണെങ്കിൽ 2 യൂണിറ്റ് എന്ന് പറയുന്നത് 800 മീറ്റർ ആയിരിക്കും. അപ്പൊ 800 മീറ്റർ ആണ് പോലീസുകാരെ പിടിക്കുന്നതിന് മുമ്പായിട്ട് ട്രാവൽ ചെയ്യുന്നത്, തീഫ് ട്രാവൽ ചെയ്യുന്നത്. ഓക്കെ, അതാണ് ആൻസർ 800 മീറ്റർ. ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വരും? 2 യൂണിറ്റ് + 3 യൂണിറ്റ്. രണ്ടുപേരും ടോട്ടൽ ട്രാവൽ ചെയ്യുന്ന ദൂരം ചോദിക്കുകയാണെങ്കിൽ 5 യൂണിറ്റ് വരും. 5 × 400 ചെയ്താൽ 2000 മീറ്റർ ആണ് രണ്ടുപേരും ടോട്ടൽ സഞ്ചരിക്കുന്ന ദൂരം എന്ന് പറയുന്നത്. അപ്പൊ ക്വസ്റ്റ്യൻ അത് ചോദിക്കുന്നില്ല. കണ്ടുപിടിക്കേണ്ടത് എന്താണ്? തീഫ് ട്രാവൽ ചെയ്യുന്ന ദൂരം മാത്രം കണ്ടുപിടിച്ചാൽ മതി. അത് 2 യൂണിറ്റ്സ് ആണ്. 2 യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് 400 മീറ്റർ ആണെന്നിട്ട് കാര്യം രണ്ടുപേരുടെയും ഡിഫറൻസ് ഇൻ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡിസ്റ്റൻസിൽ രണ്ടുപേരും ഡിഫറൻസ് പറഞ്ഞാൽ 400 മീറ്റർ ആണ്. ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് 400 മീറ്റർ എഹെഡ് ഓഫ് പോലീസ്മാൻ എന്ന് പറയുന്നത്. ഈ 400 മീറ്റർ എഹെഡ് ആണെങ്കിൽ അതാണല്ലോ അവർ തമ്മിലുള്ള ഡിസ്റ്റൻസിലെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ റേഷ്യോ വെച്ച് നോക്കുമ്പോഴത്തേക്ക് 1 യൂണിറ്റ് ഡിഫറൻസ് ആണുള്ളത്. ആ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 400 മീറ്റർ ആണെങ്കിൽ 2 യൂണിറ്റ് എത്രയായിരിക്കും? 2 യൂണിറ്റ് ആണ് തീഫ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ്. അത് 2 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 2 × 400 ചെയ്യുമ്പോൾ 800 മീറ്റർ കിട്ടും. അതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an express train running at a certain speed depart from Delhi at a scheduled time, but after traveling 100 km due to breakdown engine, the train continued with 3/4 of its original speed. And reached its destination Jaipur 35 minutes late.
If the breakdown had occurred 48 km further, train would have reached Jaipur 25 minutes later. Then find the distance between Delhi and Jaipur. അപ്പോൾ ഡൽഹി ജയ്പൂർ അതിനുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിന് പറഞ്ഞിരിക്കുന്നത് ഇതൊരു കുറച്ച് ലെങ്തി ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഇത് പക്ഷേ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ 1-2 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഇതിന്റെ ആൻസർ എഴുതാൻ പറ്റും. ആദ്യമേ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് ഫസ്റ്റ് മനസ്സിലാക്കുക. പിന്നെ ഫിഗർ ഒന്നും വരയ്ക്കേണ്ട ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും. എക്സ്പ്രസ് ട്രെയിൻ 100 കിലോമീറ്റർ എക്സ്പ്രസ് ട്രെയിൻ ട്രാവൽ ചെയ്തതിന് ശേഷം, അതായത് ഇവിടെ നമ്മൾ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്തതിന് ശേഷം ഈ ട്രെയിൻ ഒരു ആക്സിഡന്റ് പറ്റുന്നു ട്രെയിൻ. ഓക്കെ, അപ്പോൾ അതിനുശേഷം ട്രെയിൻ 3/4 ഓഫ് ഇറ്റ്സ് ഒറിജിനൽ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ ആക്സിഡന്റ് പറ്റിയതിനു ശേഷം ട്രെയിൻ പോകുന്നത് 3/4 ഓഫ് ഒറിജിനൽ സ്പീഡ്. അപ്പോൾ ഒറിജിനൽ സ്പീഡ് 4 യൂണിറ്റ് ആണെങ്കിൽ നോർമൽ ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് 3 യൂണിറ്റ് സ്പീഡിൽ പോകുന്നത്. ആദ്യം സ്പീഡ് കുറഞ്ഞു ആക്സിഡന്റ് പറ്റിയതിനു ശേഷം. സ്പീഡിന്റെ റേഷ്യോ എഴുതി. അപ്പം ഇപ്പോൾ നമുക്ക് പറയാം ടൈമിന്റെ റേഷ്യോ എന്തോ ആയിരിക്കും. കാര്യം ഇവിടുന്ന് ഇനി അങ്ങോട്ട് സഞ്ചരിക്കുന്ന ദൂരം ഡിസ്റ്റൻസ് സെയിം തന്നെയാണ്. ഇവിടുന്ന് ട്രാവൽ ചെയ്യുന്നു, ഇവിടെ എത്തിയപ്പോഴത്തേക്കാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. പിന്നെ ഇവിടുത്തെ ദൂരമാണ് ട്രാവൽ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഡിസ്റ്റൻസ് സെക്കൻഡ് കേസിലും മാറുന്നില്ല. ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആയത് നമുക്ക് ഇതിനെ റേഷ്യോ ഓഫ് സ്പീഡ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്പീഡ് റേഷ്യോ ഓഫ് ടൈം പറയാമല്ലോ. അപ്പോൾ സ്പീഡ് 4:3 ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ 3:4 ആണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്, അതായത് അങ്ങനെ ആക്സിഡന്റ് പറ്റിയതിനു ശേഷം അങ്ങനെ ടൈം കൂടുതലായിട്ട് എടുക്കും. അപ്പൊ എത്ര സമയം കൂടുതലെടുത്തു? 1 യൂണിറ്റ് എക്സ്ട്രാ ടൈം എടുത്തു. അതായത് ഈ പർട്ടിക്കുലർ ഡെസ്റ്റിനേഷൻ ജയ്പൂരിൽ എത്തിച്ചേരാനായിട്ട് 1 യൂണിറ്റ് ടൈം എക്സ്ട്രാ എടുത്തു. അപ്പൊ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കും എത്ര? 35 മിനിറ്റ് ലേറ്റ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെ ആക്സിഡന്റ് പറ്റിയതിനു ശേഷം സ്പീഡ് കുറഞ്ഞപ്പോ ഒരു 35 മിനിറ്റ് അധികം എടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇവിടെ 1 യൂണിറ്റ് അധികം എടുത്തു. അപ്പൊ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 35 മിനിറ്റ് ആണ്. അപ്പൊ ആക്സിഡന്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഈ ട്രെയിൻ പോകുന്ന യൂഷ്വൽ സ്പീഡാണല്ലോ ഒറിജിനൽ സ്പീഡ് ആണല്ലോ 3 യൂണിറ്റ്. അപ്പൊ ആക്സിഡന്റ് ഇല്ലായിരുന്നെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് ട്രെയിൻ എത്തുമായിരുന്നു? ഇവിടുന്ന് ഇവിടെ വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടായത്. അപ്പൊ ആക്സിഡന്റ് ഇല്ലായിരുന്നെങ്കിൽ ട്രെയിൻ ഇവിടുന്ന് ഇവിടെ വരെ എത്താനായിട്ട്, അതായത് ഇവിടുന്ന് ഈ പോയിന്റ് തൊട്ട്, അതായത് സി എന്ന് പറഞ്ഞ ഈ പോയിന്റ് തൊട്ട് ജെ എന്ന് പറഞ്ഞ ഈ പോയിന്റ് ജയ്പൂർ വരെ എത്താനായിട്ട് എടുക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 3 യൂണിറ്റ് ആണ്. ആ 1 യൂണിറ്റ് 35 മിനിറ്റ് ആണെങ്കിൽ 3 യൂണിറ്റ് പറഞ്ഞാൽ 105 മിനിറ്റ് വരുമല്ലോ. അപ്പോൾ ഇവിടുന്ന് ഇത്രയും ദൂരം എത്താനായിട്ട് 105 മിനിറ്റ് എടുക്കും ആക്സിഡന്റ് ഇല്ലായിരുന്നെങ്കിൽ. ഓക്കെ, ഇനി വേറൊരു കേസ് പറഞ്ഞിരിക്കുന്നത്, ഇഫ് ദ ആക്സിഡന്റ് ഹാഡ് ഒക്കേർഡ് 48 കിലോമീറ്റർ ഫർദർ, അതായത് ഇവിടുന്ന് 48 കിലോമീറ്റർ കൂടെ കഴിഞ്ഞിട്ടാണ് ആക്സിഡന്റ് ഉണ്ടായത് എങ്കിൽ അയാൾ ട്രെയിൻ ജയ്പൂരിൽ എത്താനായിട്ട് 25 മിനിറ്റ് ലേറ്റ് ആവുന്ന പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നതെങ്കിൽ, അതായത് 48 കിലോമീറ്റർ കൂടെ കഴിഞ്ഞിട്ടാണ് ആക്സിഡന്റ് ഉണ്ടാകുന്നത് എങ്കിൽ 25 മിനിറ്റ് ലേറ്റ് ആവുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും സ്പീഡ് എത്രയായിട്ട് കുറയും? സ്പീഡ് എത്രയായിട്ട് കുറയും? 4 യൂണിറ്റ് സ്പീഡ് 3 ആയിട്ട് കുറയും. ടൈം എത്രയായിട്ട് പറയും? 3:4 ആയിട്ട് പറയും. ഇപ്പൊ 1 യൂണിറ്റ് എക്സ്ട്രാ ആയിട്ട് എടുക്കും. ആ 1 യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 25 മിനിറ്റ് എക്സ്ട്രാ ആയിട്ട് ടൈം എടുക്കും. അപ്പോൾ ആക്സിഡന്റ് ഇല്ലായിരുന്നെങ്കിൽ നോർമൽ സ്പീഡിൽ പോകുമ്പോൾ 3 യൂണിറ്റ് ആണല്ലോ. അപ്പൊ 25 മിനിറ്റ് ഇൻറ്റു 3 കഴിയുമ്പോൾ 75 മിനിറ്റ്. അപ്പൊ ആക്സിഡന്റ് ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെ എത്താൻ സമയം എന്ന് പറയുന്നത് 75 മിനിറ്റ് ആണ്, ആക്സിഡന്റ് ഇല്ലായിരുന്നെങ്കിൽ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ ആക്സിഡന്റ് ഇല്ലായിരുന്നു 105 മിനിറ്റും, ഇവിടെ തൊട്ട് ഇവിടെ വരെ ആക്സിഡന്റ് ഇല്ലായിരുന്നു 75 മിനിറ്റും എടുക്കുമെങ്കിൽ ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള എത്ര സമയം എടുക്കും ട്രാവൽ ചെയ്യാനായിട്ട്? 105 75 ഡിഫറൻസ് എടുക്കുന്നത് ഒരു 30 മിനിറ്റ്. അപ്പൊ 30 മിനിറ്റ് കൊണ്ട് എന്ത് ഇവിടെ ഈ 48 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് 30 മിനിറ്റ് എടുക്കുമെങ്കിൽ സ്പീഡ് എത്രയായിരിക്കും? 48 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് 30 മിനിറ്റ് എടുക്കുമെങ്കിൽ സ്പീഡ് എത്രയായിരിക്കും? സ്പീഡ് ഈസിക്കലി ഡിസ്റ്റൻസ് ബൈ ടൈം അല്ലേ? ഡിസ്റ്റൻസ് 48 കിലോമീറ്റർ ബൈ 30 മിനിറ്റ് ആണ്. അവറിലേക്ക് മാറ്റുമ്പോൾ ഡിവൈഡ് ബൈ 60 കൊണ്ട് ചെയ്യും. അത് ഇൻറ്റു 60 ആവും, ന്യൂമറേറ്ററിൽ പോകും. സോ 2, that is 96 കിലോമീറ്റർ പെർ അവർ ആണ് ട്രെയിനിന്റെ സ്പീഡ് എന്ന് കിട്ടും. 96 കിലോമീറ്റർ പെർ അവർ ആണ് ട്രെയിനിന്റെ സ്പീഡ് എന്ന് കിട്ടും. ഓക്കെ, അപ്പൊ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഡൽഹി തൊട്ട് ജയ്പൂരിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ട്രെയിനിന്റെ സ്പീഡ് 96 കിട്ടി. ട്രെയിനിന്റെ സ്പീഡ് 96 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ദൂരം 100 കിലോമീറ്റർ അല്ലേ? ഇതൊരു 100 കിലോമീറ്റർ ആണ്. നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെ ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സമയം 105 മിനിറ്റ് ആണ് കിട്ടി. ഓക്കെ, അപ്പൊ കണ്ടുപിടിക്കേണ്ടതാണ് ഡിസ്റ്റൻസ്. ഡൽഹി ടു ജയ്പൂരിലുള്ള ഡിസ്റ്റൻസ് ആണ് കണ്ടുപിടിക്കുന്നത്. ഡിസ്റ്റൻസ് പറഞ്ഞാൽ എന്താണ്? സ്പീഡ് ഇൻറ്റു ടൈം ആണ്. നമുക്ക് സ്പീഡ് കിട്ടി, പക്ഷേ ഇവിടുന്ന് ഇവിടെ വരെയുള്ള ടൈമും കൂടെ വേണം. അപ്പൊ നമുക്ക് ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ടൈം ഉണ്ട് 105 മിനിറ്റ്. ഇവിടെ തൊട്ട് ഇവിടെ വരെയുള്ള ടൈം 105 മിനിറ്റ് ഉണ്ട്. ഇനി ഇവിടുന്ന് ഈ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യാണെങ്കിൽ എത്ര ടൈം എടുക്കും വേണം. അപ്പൊ ടൈം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? ടൈം ഈസ് ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണല്ലോ. അപ്പൊ 96
ഇവിടുത്തെ ഡിസ്റ്റൻസ് ആണ് 100 കിലോമീറ്റർ. 100 കിലോമീറ്റർ ഡിവൈഡഡ് ബൈ സ്പീഡ് എത്രയാണ്? 96 കിലോമീറ്റർ പെർ അവർ ആണ്. ചെയ്യുമ്പോൾ എത്ര വരും? 25 4 100, 24 25/24 അവർ എന്ന് വരും. അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെ സഞ്ചരിക്കാനായിട്ട് 25/24 അവർ ടൈം എടുക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫൈനലി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇപ്പം ഇവിടുന്ന് ഈ ഒരു ഡിസ്റ്റൻസ് 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് 25/24 അവർ എടുക്കുമെന്ന് മനസ്സിലായി. ഇവിടെ നിന്ന് ഇവിടെ വരെ സഞ്ചരിക്കാനായിട്ട് 105 മിനിറ്റ് എടുക്കുമെന്ന് മനസ്സിലായി. അപ്പൊ ഈ 105 മിനിറ്റ് അവറിലേക്ക് മാറ്റിക്കുക. അപ്പൊ എത്ര വരും? 105/60 ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 21/12 അല്ലെങ്കിൽ 7/4 7/4 വരും. അപ്പോൾ ഈ 105 മിനിറ്റിന് വരെ 7/4 അവർ വരും. 7/4 അവേഴ്സ് വരും. ഇതേപോലെ ഇവിടെ നിന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസിൽ ട്രാവൽ ചെയ്യേണ്ട ടൈം 25/24. അപ്പോൾ ടോട്ടൽ എത്ര വരും? 25/24 അവർ പ്ലസ് 7/4 അവർ. 24 എടുത്തു കഴിഞ്ഞാൽ 25 പ്ലസ് 42 ഡിവൈഡഡ് ബൈ 24 is equal to 76/24 is equal to ഇത്രയും ടോട്ടൽ ടൈം എന്ന് പറയുന്നത് ഇത്രയും അവറാണ്. ഇത്രയും ടൈം അവറാണ് ടോട്ടലായിട്ട് എടുക്കുന്നത്. ഓക്കെ, ഇത്ര അവറാണ് ടോട്ടലായിട്ട് എടുക്കുന്നത്. അതായത് ഇവിടെ തൊട്ട് ഇവിടെ വരെ ട്രാവൽ ചെയ്യാനുണ്ട്. ഡൽഹി ടു ജയ്പൂർ ട്രാവൽ ചെയ്യാനുള്ള ടോട്ടൽ ടൈം എന്ന് പറയുന്നത് 64/24 അവർ ആണ്. നമുക്ക് കണ്ടുപിടിക്കുന്ന ഡിസ്റ്റൻസ് അല്ലേ? അപ്പൊ ഡിസ്റ്റൻസ് ഇസിക്കൽ ടു സ്പീഡ് ഇൻറ്റു ടൈം ആണ് അല്ലെ? ഡിസ്റ്റൻസ് ഇസിക്കൽ സ്പീഡ് ഇൻറ്റു ടൈം ആണെന്ന് അറിയാം. അപ്പൊ നമുക്ക് ഫൈനലി എങ്ങനെ ചെയ്യാം? സ്പീഡ് എത്രയാണ്? സ്പീഡ് 96 ആണ്. 96 ഇൻറ്റു ടൈം എന്ന് പറയുന്നത് 67/24 ചെയ്യുമ്പോഴത്തേക്ക് 4. അപ്പോൾ ഇപ്പോൾ എത്ര വരും? 28 2 188 288 കിലോമീറ്ററിന് ആൻസർ വരും. 288 കിലോമീറ്ററിന് ആൻസർ വരും. ഓക്കെ, അപ്പൊ ഇത്രയും ലെങ്തി ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കേണ്ടത്. നമ്മൾ പെട്ടെന്ന് തന്നെ ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഫിഗർ ഒന്നും വരയ്ക്കാതെ തന്നെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. എങ്ങനെയാ നോക്കുന്നത്? പെട്ടെന്ന് തന്നെ ചെയ്യുന്നത് എങ്ങനെയാ? ഇപ്പം 100 കിലോമീറ്റർ ആണല്ലോ ആദ്യമേ ആക്സിഡന്റ് ഇല്ലാതെ പോയിരിക്കും ദൂരം. നമ്മൾ സ്പീഡ് 3/4 ആയിട്ട് കുറയും. അപ്പൊ നമ്മൾ സ്പീഡ് 3/4 ആയിട്ട് കുറഞ്ഞ ഉടനെ സ്പീഡിന്റെ റേഷ്യോ എഴുതുമ്പോൾ 4:3 എഴുതും. ടൈമിന്റെ റേഷ്യോ 3:4 ആവും. 3:4 ആകുമ്പോഴത്തേക്ക് അവിടെ എടുക്കുന്ന ടൈം 1 യൂണിറ്റ് എക്സ്ട്രാ എടുക്കുമെങ്കിൽ നോർമൽ വിത്തൗട്ട് ആക്സിഡന്റ് എന്ന് പറയുന്നതാണ് 3 യൂണിറ്റ്. അപ്പം 35 × 3 എന്ന് പറയുന്നത് 105 മിനിറ്റ് ആണ് വിത്തൗട്ട് ആക്സിഡന്റ് എടുക്കുന്ന സമയം. ഇനി 40 കിലോമീറ്റർ പെർ അവർ ആണ് വീണ്ടും കഴിഞ്ഞതിന് ശേഷമാണ് ആക്സിഡന്റ് സംഭവിക്കുന്നത്. 25 മിനിറ്റ് ലേറ്റ് ആവുന്നതല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോഴും 3:4 എന്ന് എടുത്തു കഴിഞ്ഞാൽ എത്ര വരും? 25 75. അപ്പൊ 75 മിനിറ്റ് ആണ് സെക്കൻഡ് കേസിൽ അവിടെ വരുന്നത്. അപ്പം 105 75 തമ്മിലുള്ള ഡിഫറൻസ് എത്ര വരും? 30 മിനിറ്റ്. ഈ 30 മിനിറ്റ് ആണ് ഈ 48 കിലോമീറ്റർ ഫർദർ എന്ന് പറയുന്ന സമയം. അതായത് 48 കിലോമീറ്റർ. ആ 48 കിലോമീറ്റർ ട്രാവൽ ചെയ്യാനായിട്ട് 30 മിനിറ്റ് എടുക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നതിന്റെ ആൻസർ. സ്പീഡ് കണ്ടുപിടിക്കാം. 48 ഡിവൈഡ് ബൈ 30. 48/30 എന്ന് പറയുമ്പോഴത്തേക്ക് ഇൻറ്റു 60 മിനിറ്റിന് അവറാക്കി മാറ്റുന്നു. 96 സ്പീഡ് കിട്ടും. 96 കിലോമീറ്റർ സ്പീഡ് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടൈം കൂടെ വേണം. ടൈം കണ്ടുപിടിക്കാനായിട്ട് 100 കിലോമീറ്റർ അതാണ് ആദ്യത്തെ കേസിന്റെ സ്പീഡ് എന്ന് പറയുന്നത്. അല്ല, ആദ്യം ട്രാവൽ ചെയ്ത് 100 കിലോമീറ്റർ അല്ലേ? അപ്പൊ 100 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്നതിന് 96 കിലോമീറ്റർ പെർ അവർ വേഗതയാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അതിന് സമയം എന്ന് പറഞ്ഞാൽ 25/24 അവറാണ്. 25/24 അവറും പ്ലസ് ഈ ഒരു അവറിന്റെ കൂടെ ബാക്കി ആ 105 മിനിറ്റ് ആണല്ലോ എടുക്കുന്നത്. അതും കൂടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് അവറിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്ക് എത്ര വരും? 105/60 ചെയ്യുമ്പോൾ എത്ര വരും? 21/12 7/4 വരും. 7/4 വരുമ്പോഴത്തേക്ക് 24 വെച്ച് ക്യാൻസൽ ചെയ്യുന്നു. സോ 25 പ്ലസ് 42/24 ചെയ്യുമ്പോൾ 67/24 വരും ടോട്ടൽ ടൈം. സ്പീഡിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. സ്പീഡ് ഇസിക്കൽ ഡിസ്റ്റൻസിന്റെ ടൈം ആണ്. അല്ല, ഡിസ്റ്റൻസ് ഇസിക്കൽ സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് ഇൻറ്റു ടൈം ആണ്. സ്പീഡ് എത്രയാ? സ്പീഡ് എന്ന് പറയുന്നത് 96 എന്ന് അറിയാം. ടൈം നമ്മൾ കണ്ടുപിടിച്ചു 67/24. സോ ചെയ്യുമ്പോഴത്തേക്ക് 67 × 4 ചെയ്യുമ്പോൾ 288.
കുറച്ചുകൂടെ കാൽക്കുലേഷൻ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ഒന്ന് രണ്ട് ടൈപ്പ് കൂടെ ഇതുപോലുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ ഇത്രയും റൈറ്റിങ്സ് ഇല്ലാതെ തന്നെ കുറച്ചുകൂടി പെട്ടെന്ന് എഴുതാൻ പറ്റും. ഒരു ആൻസർ 288 കിലോമീറ്റർ. 288 കിലോമീറ്റർ എന്നാണ് ആൻസർ.